അടുത്തത് ടെസ്റ്റിംഗ് ഓഫ് പോപ്പുലേഷൻ പ്രപ്പോർഷൻ ഓഫ് സക്സസ്. അപ്പോൾ പോപ്പുലേഷൻ പ്രപ്പോർഷൻ ഓഫ് സക്സസിനെ പി കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പോൾ പോപ്പുലേഷൻ പ്രപ്പോർഷൻ ഓഫ് സക്സസ് സാധാരണ പെർസെൻറ്റേജുകളിലൊക്കെയാണ് പറയുക. അപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു പോപ്പുലേഷനിൽ 25% ആളുകൾക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. ഇപ്പോൾ ടീ ഡ്രിങ്കിങ് ഹാബിറ്റ് ഉള്ളവരാണ് എന്ന് പറയുകയാണെങ്കിൽ ദ പോപ്പുലേഷൻ പ്രപ്പോർഷൻ പി വിൽ ബി 25/100, അതായത് 0.25 എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പോപ്പുലേഷൻ പ്രപ്പോർഷൻ ഓഫ് സക്സസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് null and alternative hypothesis is H0 P is equal to P0 against H1 നമ്മൾ ഉപയോഗിക്കുന്നത് P not equal to P0 ആവാം alternative, that is two-tailed, അല്ലെങ്കിൽ H1 P greater than P0 ആവാം, this is one-tailed, or H1 can be P less than P0. ഇതിൽ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ആയിരിക്കും ഈ നൾ ഹൈപ്പോത്തസിസിന് എതിരായിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ആൽഫയെ ഫിക്സ് ചെയ്യുന്നു. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫേനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. 5% എന്നോ 2% എന്നോ 1% എന്നോ ഫിക്സ് ചെയ്യുന്നു. പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഈ കേസിൽ സെഡ് ടെസ്റ്റ് ആണ്, സെഡ് സ്റ്റാറ്റിസ്റ്റിക് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ദാറ്റ് വിൽ ബി പി ഡാഷ്. പി ഡാഷ് എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ പ്രപ്പോർഷനാണ്. അപ്പോൾ സാമ്പിൾ സൈസ് ഞാനൊരു n എടുക്കുക വിചാരിക്കും. n സാമ്പിൾ എടുക്കുന്നത്, അതായത് n is equal to, അപ്പോൾ 500 പേരുള്ള ഒരു സാമ്പിളാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയ 500 പേരിൽ ഞാൻ നോക്കുമ്പം ഒരു 125 പേർക്ക് ഇതേ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഒരു 250 പേർക്ക് ടീ ഡ്രിങ്കിങ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ സാമ്പിൾ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ 250/500 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 0.5. ഓക്കെ, അപ്പോൾ സാമ്പിൾ പ്രപ്പോർഷൻ, സാമ്പിൾ സൈസ് നോക്കി, സാമ്പിൾ സൈസ് N500 ആണ്. ആൻഡ് ആ ആട്രിബ്യൂട്ടുള്ള, ആ ക്യാരക്ടറിസ്റ്റിക് ഉള്ള ആളുകളുടെ എണ്ണം ഞാൻ നോക്കി 250 ആണെങ്കിൽ 250/500 അല്ലെങ്കിൽ x/n എന്ന് പറയുന്നതാണ് സാമ്പിൾ പ്രപ്പോർഷൻ. അപ്പോൾ P ഡാഷ് മൈനസ് P0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് P0 Q0/n, where Q0 is equal to 1 minus P0. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞൊരു വാല്യൂ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് P0. അപ്പോൾ 1 minus P0 is Q0. This will follow a normal distribution, standard normal distribution. ആൻഡ് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് ടെസ്റ്റിനെല്ലാമുള്ള ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയനാണ്. ഒന്നില്ലെങ്കിൽ മോഡുലസ് ഓഫ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1.96, ഇപ്പം ഞാൻ 5% എപ്പോഴും പറയുന്നത്, അല്ലെങ്കിൽ സെഡ് ഗ്രേറ്റർ ദാൻ 1.645 or set less than -1.645 depending on the alternative hypothesis. അപ്പോൾ ടെസ്റ്റിൻ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ ക്രിട്ടിക്കൽ റീജിയനിൽ പെടുകയാണെങ്കിൽ വി വിൽ റിജക്റ്റ്, അതർവൈസ് വി വിൽ ആക്സെപ്റ്റ് ഇറ്റ്. അടുത്തത് രണ്ട് പോപ്പുലേഷൻ പ്രപ്പോർഷനുകൾ ഈക്വൽ ആണോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് രണ്ട് പോപ്പുലേഷൻ പ്രപ്പോർഷനുകളെ നമ്മൾ ഒന്നിനെ P1 എന്നും P2 എന്നും വിളിക്കാം. അപ്പോൾ ഇവർ തുല്യമാണോ അല്ലെങ്കിൽ ഇവരുടെ ഡിഫറൻസ് 0 ആണോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് വിൽ ബി H0 P1 minus P2 is equal to 0. Against our H1 will be P1 minus P2, ഒന്നില്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കാം, അല്ലെങ്കിൽ P1 മൈനസ് P2 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കാം, അല്ലെങ്കിൽ P1 മൈനസ് P2 ലെസ് ദാൻ 0 ആയിരിക്കും. ഇതാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നമ്മൾ എഴുതുന്നത്. ദെൻ വി വിൽ ഫിക്സ് ആൽഫ. ആൽഫേനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ദെൻ ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് വിൽ ബി സെഡ് ഇസ് ഈക്വൽ ടു P1 ഡാഷ് മൈനസ് P2 ഡാഷ്. ഇവിടെ P1 ഡാഷ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോപ്പുലേഷൻ്റെ എടുത്ത സാമ്പിളിൻ്റെ പ്രപ്പോർഷൻ, P2 ഡാഷ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സാമ്പിളിൽ നിന്ന് എടുത്ത സാമ്പിളിൻ്റെ പ്രപ്പോർഷൻ, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് P സ്റ്റാർ Q സ്റ്റാർ ഇൻറ്റു 1/n1 പ്ലസ് 1/n2 എന്നാണ്. ദിസ് വിൽ ഫോളോ N01. അപ്പോൾ ഇവിടെ ഒരു P സ്റ്റാറും Q സ്റ്റാറും കാണുന്നുണ്ട്. P സ്റ്റാർ ഇസ് ഈക്വൽ ടു N1 P1 ഡാഷ് പ്ലസ് N1 P1 പ്ലസ് N2 P2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2.
അപ്പോൾ ഇതാണ് നമ്മളുടെ N1 P1 plus N2 P2 divided by N1 plus N2 and P star, and Q star will be equal to 1 minus P star. അപ്പോൾ ഇത്തരത്തിലാണ് ഈ കേസിൽ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതും ഒരു നോർമൽ ടെസ്റ്റാണ്. സോ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ നമ്മളിതുവരെ പറഞ്ഞ എല്ലാ നോർമൽ ടെസ്റ്റിനുമുള്ള പോലെ ഉള്ള ക്രിട്ടിക്കൽ റീജിയനാണ് നമുക്കിവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ടെസ്റ്റിംഗ് ഓഫ് ഇക്വാലിറ്റി ഓഫ് ടു പോപ്പുലേഷൻ പ്രപ്പോർഷൻ. അടുത്തായിട്ട് നമ്മൾ നടത്തുന്ന ടെസ്റ്റിംഗ് ഓഫ് പോപ്പുലേഷൻ വേരിയൻസ്. അപ്പോൾ നമ്മളിവിടെ പോപ്പുലേഷൻ്റെ വേരിയൻസ് ആണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പോപ്പുലേഷൻ്റെ വേരിയൻസ് സിഗ്മ സ്ക്വയർ. അപ്പോൾ സിഗ്മ സ്ക്വയർ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് വിൽ ബി H0. സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ നോട്ട് സ്ക്വയർ എഗെയിൻസ്റ്റ് H1 സിഗ്മ സ്ക്വയർ ഗ്രേറ്റർ ദാൻ സിഗ്മ നോട്ട് സ്ക്വയർ. ഇവിടെ ഒരൊറ്റ ഓൾട്ടർനേറ്റീവേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു വൺ ടെയിൽഡ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ പോപ്പുലേഷൻ വേരിയൻസ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാലും, അല്ലെങ്കിൽ ഇപ്പോൾ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാലും നമ്മൾ ഇതേ ടെസ്റ്റ് തന്നെ നടത്തിയാൽ മതി. അപ്പം വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഇതന്നെ ടെസ്റ്റ് നടത്തിയാൽ മതി. അപ്പം നമ്മൾ നള്ളും ഓൾട്ടർനേറ്റീവും എഴുതി. ഇവിടെ ശ്രദ്ധിക്കുക, ഓൾട്ടർനേറ്റീവ് ഒന്ന് മാത്രമേ ഉള്ളൂ, സിഗ്മ സ്ക്വയർ ഗ്രേറ്റർ ദാൻ സിഗ്മ നോട്ട് സ്ക്വയർ അല്ലേ. ദെൻ വിൽ ഫിക്സ് ആൽഫ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ആൽഫ എഴുതും. ദെൻ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. ഇവിടെ നമ്മൾ വേരിയൻസിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കാണ്. ആൻഡ് ദ കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് ഇസ് NS സ്ക്വയർ ബൈ സിഗ്മ നോട്ട് സ്ക്വയർ. ഇതാണ് നമ്മൾ കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്. ദിസ് വിൽ ഫോളോ എ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് N-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. എന്താ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്? NS സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ നോട്ട് സ്ക്വയർ. And best critical region is given by, best critical region is chi square greater than chi square alpha. അതായത് കൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരുന്ന കൈ സ്ക്വയർ വാല്യൂ, ആൻഡ് കൈ സ്ക്വയർ ആൽഫ ഇസ് ദ ടേബിൾ വാല്യൂ. കൈ സ്ക്വയർ ആൽഫ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ കൈ സ്ക്വയർ ടേബിൾസിൽ നോക്കുന്നു. സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ 0.05 ആണെങ്കിൽ അതിൽ നോക്കുന്നു. ആൻഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നോക്കുന്നു N-1. അപ്പം നമ്മൾ സാമ്പിൾ സൈസ് ഇപ്പോൾ 15 ആണെങ്കിൽ 14 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ നമ്മൾ നോക്കുന്നു. അപ്പോൾ ഇത് രണ്ടും വെച്ച് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുന്ന വാല്യൂ ആണ് കൈ സ്ക്വയർ ആൽഫ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത കൈ സ്ക്വയറിൻ്റെ വാല്യൂ കൈ സ്ക്വയർ ആൽഫേനെക്കാട്ടും വലിയൊരു വാല്യൂ ആണ് കിട്ടിയതെങ്കിൽ ദറ്റ് ഈസ് എ ക്രിട്ടിക്കൽ റീജിയൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ കൈ സ്ക്വയർ ആൽഫേനെക്കാട്ടും ചെറിയൊരു വാല്യൂ ആണ് കൈ സ്ക്വയറിന് കിട്ടിയതെങ്കിൽ വി വിൽ ആക്സെപ്റ്റ് ദി നൾ ഹൈപ്പോത്തസിസ്. അടുത്തത് ടെസ്റ്റിംഗ് ഓഫ് ഇക്വാലിറ്റി ഓഫ് ടു പോപ്പുലേഷൻ വേരിയൻസസ്. അപ്പോൾ രണ്ട് പോപ്പുലേഷൻ വേരിയൻസസ് സിഗ്മ 1 സ്ക്വയറും സിഗ്മ 2 സ്ക്വയറും തുല്യമാണോ എന്നാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ H0 വിൽ ബി സിഗ്മ 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ 2 സ്ക്വയർ എഗെയിൻസ്റ്റ് H1 സിഗ്മ 1 സ്ക്വയർ ഗ്രേറ്റർ ദാൻ സിഗ്മ 2 സ്ക്വയർ. ഇവിടെയും ഒരു വൺ ടെയിൽഡ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് വി വിൽ ഫിക്സ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇക്വാലിറ്റി ഓഫ് ടു പോപ്പുലേഷൻ വേരിയൻസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇസ് F. അപ്പോൾ ഇവിടുത്തെ F എന്ന് പറയുന്നത് N1S1 സ്ക്വയർ ഡിവൈഡഡ് ബൈ N1-1 ഡിവൈഡഡ് ബൈ N2S2 സ്ക്വയർ ഡിവൈഡഡ് ബൈ N2-1. ഇതാണ് നമ്മളെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ദിസ് വിൽ ഫോളോ ആൻ F ഡിസ്ട്രിബ്യൂഷൻ വിത്ത് N1-1, N2-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് സാമ്പിളും സെക്കൻഡ് സാമ്പിളുമായിട്ട് സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ രണ്ട് സെറ്റ് സാമ്പിളുകളുടെ വിവരങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, സാമ്പിൾ സൈസ് തന്നിട്ടുണ്ടാവും, അതിൻ്റെ വേരിയൻസും തന്നിട്ടുണ്ടെങ്കിൽ, രണ്ടിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് NS സ്ക്വയർ ബൈ N-1, രണ്ട് സാമ്പിളുടെയും സെപ്പറേറ്റ് ആയിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് ഏത് സാമ്പിളിൻ്റെ NS സ്ക്വയർ ബൈ N-1 ആണോ ലാർജർ,
അതിനെ വേണം നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതാൻ വേണ്ടിയിട്ട്. അതായിരിക്കണം നമ്മൾ ഫസ്റ്റ് സാമ്പിളായിട്ട് എടുക്കേണ്ടത്. അടുത്തതിന് നമ്മൾ സെക്കൻഡ് സാമ്പിളായിട്ടും എടുക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു എഫ് ടെസ്റ്റ് നടത്തിയ ശേഷം നമ്മൾ അതിൻ്റെ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ എഴുതുന്നു. ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ഇസ് ഹിയർ എഫ് ഗ്രേറ്റർ ദാൻ എഫ് ആൽഫ. ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സാമ്പിൾ വാല്യൂസൊക്കെ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വാല്യൂ ആണ് എഫ്. എഫ് ആൽഫ എന്ന് പറയുന്ന ടേബിൾ വാല്യൂ നമ്മൾ നോക്കുന്നത് എഫ് ടേബിൾസ് രണ്ട് ഇപ്പോൾ 1% ഉണ്ടാവും, ചിലപ്പോൾ 5% ഓരോ പേജിലും ഓരോ ടേബിൾസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏത് ടേബിളാണ് വേണ്ടതെങ്കിൽ, ഇപ്പോൾ 5% ആണ് ഫിക്സ് ചെയ്തെങ്കിൽ 5%ൻ്റെ പേജിലുള്ള ടേബിളാണ് നോക്കേണ്ടത്. അതിൽ നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഫസ്റ്റ് വരുന്നത് N1-1, സെക്കൻഡ് N2-1. ഈ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ ടേബിളിൽ നോക്കിയാൽ കിട്ടുന്ന വാല്യൂ ആണ് ഈ ടേബിൾ വാല്യൂ. അപ്പോൾ എഫിൻ്റെ വാല്യൂ അതിനെക്കാട്ടും കൂടുതലാണെങ്കിൽ വിൽ റിജക്റ്റ്, അതർവൈസ് വി വിൽ ആക്സെപ്റ്റ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ടെസ്റ്റാണ് പെയേർഡ് ടി ടെസ്റ്റ്. അപ്പോൾ പെയേർഡ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് സെറ്റ് ഓഫ് സാമ്പിൾസ് ഉണ്ടാവും. നമ്മൾ മുമ്പ് 2 സാമ്പിളുകളുടെ ടി ടെസ്റ്റ് കണ്ടിട്ടുണ്ട്, അത് ഇൻഡിപെൻഡൻറ്റ് സാമ്പിളായിരുന്നു. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് 2 ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സാമ്പിളുകളാണ്. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ 2 ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ പെയേർഡ് ടി ടെസ്റ്റ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 സെറ്റ് ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ടാകും ക്വസ്റ്റ്യനിൽ. ഇപ്പോൾ എക്സും വൈയും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ കുട്ടികളുടെ മാർക്കുകളായിരിക്കാം, ആൻഡ് വൈ എന്ന് പറഞ്ഞത് ആ സെയിം കുട്ടികളുടെ മാർക്ക് ആഫ്റ്റർ ഗിവിങ് എ ട്രെയിൻ അല്ലേ. അപ്പോൾ ഇപ്പോൾ ആദ്യം മാർക്ക് ഒരു 10, 12, 8, 7 ഇങ്ങനെയൊക്കെയാണ് ആദ്യം മാർക്കെങ്കിൽ, ആൻഡ് ആഫ്റ്റർ ട്രെയിനിങ് നമുക്ക് ചിലപ്പോൾ കിട്ടിയ മാർക്കുകൾ, ഇപ്പോൾ ഈ കുട്ടിയുടെ മാർക്ക് ഒരു 15 ആയിണ്ടാവാം, ഈ കുട്ടി ചിലപ്പോൾ 10 ആയിണ്ടാവാം, ഈ കുട്ടി ഒരു 12, ഇതൊരു 5 ആയിണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ഡാറ്റ നമുക്ക് കിട്ടി. അപ്പോൾ ഈ 2 ഡാറ്റയും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഡാറ്റയാണ്. അതായത് ഒരേ സെറ്റ് ഓഫ് വാല്യൂസിൻ്റെ വാല്യൂസാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. അപ്പോൾ ഇവിടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഗിവിങ് എ ട്രീറ്റ്മെൻറ്റ്, അത്തരം ഡാറ്റാസിലാണ് നമ്മൾ ആരും ഉപയോഗിക്കാൻ പോകുന്നത്, പെയേർഡ് ടി ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇവരെ ഡിഫറൻസുകളാണ്. ഡിഫറൻസ് ഉപയോഗിച്ചിട്ടാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ഐസ് ആൻഡ് വൈ ഐസ്, ഈ എക്സ് ഐകളും വൈ ഐകളും തമ്മിലുള്ള ഡിഫറൻസുകൾ ഡി ഐസ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാൽക്കുലേഷൻസും, നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ കാൽക്കുലേഷനെല്ലാം നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പം നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എടുക്കുന്നത് H0 mu is equal to 0. ഇപ്പോൾ mu is equal to 0 എന്ന് പറഞ്ഞാൽ there is no effect, ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഒരു എഫക്റ്റും ഇല്ല എന്നാണ് അർത്ഥം. എഗെയിൻസ്റ്റ് H1 mu not equal to 0, അതായത് ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എന്തോ ഒരു എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഓൾട്ടർനേറ്റീവ് പറയുന്നത്. ഇപ്പോൾ mu equal to 0 എന്ന് പറഞ്ഞാൽ എന്താണ്, there is no effect due to the treatment, and mu not equal to 0 എന്ന് പറഞ്ഞാൽ there is some effect due to the treatment. ഇങ്ങനെയാണ് ഈ കേസിൽ പെയേർഡ് ടി ടെസ്റ്റിൽ നമ്മൾ നള്ളും ഓൾട്ടർനേറ്റീവും എഴുതുന്നത്. ദെൻ വി വിൽ ഫിക്സ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ദെൻ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എഴുതുന്നു. ഇവിടുത്തെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് പെയേർഡ് ടി ടെസ്റ്റാണ്, അപ്പോൾ ടി ആണ്. ടി ഇസ് ഈക്വൽ ടു ഡി ബാർ. ഡി ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡി ഐകൾ ഡിഫറൻസുകൾ കണ്ടല്ലോ, ഇതിൻ്റെ ആവറേജ്, അതായത് ഡി ഐകളെയെല്ലാം നമ്മൾ ആഡ് ചെയ്ത് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദറ്റ് ഇസ് ഡി ബാർ ഡിവൈഡഡ് ബൈ എസ് ഡി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n-1. എസ് ഡി എന്ന് പറയുന്നത് ഈ ഡി ഐകളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. ദിസ് വിൽ ഫോളോ എ ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n-1 ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ ഇതാണ് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. അത് ഏതിൻ്റെ ബേസിസിലാണ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 വാല്യൂസ്, ബിഫോർ വാല്യൂ ആൻഡ് ആഫ്റ്റർ വാല്യൂ, അതിൻ്റെ ഡിഫറൻസുകൾ ബേസിസിലാണ് ഞാൻ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡി ബാർ ഡിവൈഡഡ് ബൈ എസ് ഡി ബൈ റൂട്ട് ഓഫ് n-1. എസ് ഡി ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി ഡി ഐസ്, ഡി ബാർ ഇസ് ദ മീൻ ഓഫ് ദി ഡി ഐസ്, ആൻഡ് ദ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ഇസ് ഗിവൺ ബൈ മോഡുലസ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ആൽഫ ബൈ 2. ഇവിടെ ടി ആൽഫ ബൈ 2 കണ്ടുപിടിക്കുന്നത് മോഡുലസ് അല്ലേ, അപ്പോൾ 2 tailed ആണ് അല്ലേ. അപ്പോൾ 2 tailed ആയിട്ടുള്ള ടി ടേബിൾസിൽ നോക്കുക. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നോക്കേണ്ടത് എത്രയിലാണ്, ആൽഫ തന്നെയാണ്, ആൻഡ് ഡിഗ്രി ഓഫ് ഫ്രീഡം വിൽ ബി n-1. അപ്പോൾ ക്രിട്ടിക്കൽ റീജിയനിൽ വരികയാണെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു ടേബിൾ വാല്യൂ
പിന്നെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ക്രിട്ടിക്കൽ റീജിയനിൽ വരികയാണെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു, അതർവൈസ് വി വിൽ ആക്സെപ്റ്റ് ഇറ്റ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കൈ-സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആണ്. അപ്പം ഇവിടെ ഈ കൈ-സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എല്ലാം നോൺ പാരാമെട്രിക് ടെസ്റ്റുകളാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് നോൺ പാരാമെട്രിക് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന രണ്ട് ടെസ്റ്റുകൾ രണ്ട് നോൺ പാരാമെട്രിക് കൈ-സ്ക്വയർ ടെസ്റ്റുകളാണ്. അപ്പം നോൺ പാരാമെട്രിക് കൈ-സ്ക്വയർ ടെസ്റ്റുകളിൽ ആദ്യം നോക്കുന്നത് കൈ-സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആണ്. അപ്പോൾ ഇതൊരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ നൾ ഹൈപ്പോത്തസിസിലോ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിലോ ഒന്നും പോപ്പുലേഷൻ്റെ പാരാമീറ്ററെ കുറിച്ചിട്ട് നമ്മളൊന്നും പറയില്ല. അപ്പോൾ കൈ-സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റിൻ്റെ നൾ ഹൈപ്പോത്തസിസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒബ്സേർവ്ഡ് ആയിട്ടുള്ള ഫ്രീക്വൻസികളും ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസികളും തമ്മിൽ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഉണ്ടോ എന്നാണ്. ഒബ്സേർവ്ഡ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസികൾ തമ്മിൽ മാച്ച് ആവുന്നുണ്ട്. ഒബ്സേർവ്ഡ് ഫ്രീക്വൻസി അതായത് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നടത്തി നമുക്ക് കിട്ടിയ ഫ്രീക്വൻസികളും നമ്മളെ തിയറി ഫോളോ ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഫ്രീക്വൻസികളും തമ്മിൽ മാച്ച് ആവുന്നുണ്ട്, ഒരേപോലെ കിട്ടുന്നുണ്ടോ, ഒരേ പാറ്റേണിൽ തന്നെ പോകുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ H0 ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ദർ ഈസ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ബിറ്റ്വീൻ തിയററ്റിക്കൽ ഫ്രീക്വൻസീസ് ആൻഡ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. അപ്പോൾ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഉണ്ട് എന്നാണ് H0 പറയാൻ പോകുന്നത്. ആൻഡ് H1 നമ്മൾ പറയാൻ പോകുന്നത് ദർ ഈസ് നോ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്നാണ് പറയാൻ പോകുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ആൾഫ ഫിക്സ് ചെയ്യുന്നു. ദെൻ വിൽ ടേക്ക് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കൈ-സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് ആണ്. അപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കൈ-സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ OI മൈനസ് EI ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ EI. ഇത് ഫോളോ ചെയ്യുന്നത് ഒരു കൈ-സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനാണ് വിത്ത് n-r-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇവിടെ OI എന്ന് പറയുന്നതാണ്, OIs ആർ ദി ഒബ്സേർവ്ഡ് ഫ്രീക്വൻസീസ്, ഒബ്സേർവ്ഡ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ്. അതായത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന ഫ്രീക്വൻസീസിനെയാണ് നമ്മൾ OIകൾ എന്ന് പറയുന്നത്. EI എന്ന് പറഞ്ഞാൽ നമ്മൾ തിയറി അനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഫ്രീക്വൻസികളാണ്. അതിപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലും നമ്മൾ ഓരോ തരത്തിലായിരിക്കും ആ പിന്നെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ തിയററ്റിക്കൽ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില ക്വസ്റ്റ്യനുകളിൽ ചിലപ്പോൾ ബൈനോമിയൽ ഫ്രീക്വൻസീസ് ആയിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫ്രീക്വൻസീസ് കാൽക്കുലേറ്റ് ചെയ്യണം. ചില പിന്നെ പ്രോബ്ലത്തിൽ ചിലപ്പോൾ ചില കണ്ടീഷൻ അനുസരിക്കുന്ന രീതിയിൽ ഇപ്പോൾ 9:3:3:1 എന്നുള്ള പാറ്റേണിൽ ഫ്രീക്വൻസികൾ വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസീസാണ് EIs ദറ്റ് ആർ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓർ തിയററ്റിക്കൽ ഫ്രീക്വൻസീസ്. ആൻഡ് N എന്ന് പറയുന്നത് നമ്മളെ കയ്യിൽ എത്ര സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട് അതിൻ്റെ എണ്ണമാണ്. R എന്ന് പറഞ്ഞാൽ ചിലപ്പം ചില കൺസ്ട്രെയിൻസ് നമ്മളിവിടെ അനുസരിക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ കുറയ്ക്കേണ്ടി വരും. ഇപ്പോൾ നമ്മളിപ്പോൾ പിന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്തിട്ട് കാണുകയാണെന്ന് നമ്മളവിടെ എത്ര പാരാമീറ്റേഴ്സ് നമ്മൾ അവിടെ കണ്ടുപിടിക്കണോ. അപ്പോൾ ഒരു പാരാമീറ്ററാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം കുറയ്ക്കണം. മനസ്സിലായില്ലേ? അതുമാതിരി ഇപ്പം ചിലപ്പോൾ നമുക്ക് പൂള് ചെയ്യേണ്ടി വരും. ഫ്രീക്വൻസീസ് 5നെക്കാട്ടും ചെറിയ ഫ്രീക്വൻസീസ് ആകുമ്പോൾ നമ്മൾ പൂള് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം അതിനനുസരിച്ചിട്ട് നമ്മൾ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ആൻഡ് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ ഇസ് കൈ-സ്ക്വയർ ഗ്രേറ്റർ ദാൻ കൈ-സ്ക്വയർ ആൽഫ. ഇവിടെ കൈ-സ്ക്വയർ ആൽഫ നമ്മൾ നോക്കുന്നത് ആൽഫ എന്ന് പറയുന്ന ആൽഫ എന്ന് പറയുന്ന ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനും n-r-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും വെച്ചിട്ടാണ് നമ്മൾ കൈ-സ്ക്വയർ ആൽഫ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇഫ് കൈ-സ്ക്വയർ ഇസ് കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് കൈ-സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ കൈ-സ്ക്വയർ ആൽഫ വി വിൽ റിജക്റ്റ് H0, അതർവൈസ് വി വിൽ ആക്സെപ്റ്റ് ഇറ്റ്. ഇങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അടുത്തത് കൈ-സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്.
അപ്പോൾ ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് രണ്ട് ആട്രിബ്യൂട്ടുകൾ ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലേ എന്നാണ്. അപ്പോൾ നമ്മൾ എച്ച് നോട്ടിൽ പറയുന്നത് രണ്ട് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ലിറ്ററസി ആയിരിക്കാം ഒന്ന്, മറ്റൊന്ന് മാരിറ്റൽ സ്റ്റാറ്റസ് ആയിരിക്കാം. അങ്ങനെയുള്ള രണ്ട് ആട്രിബ്യൂട്ടുകൾ. അപ്പോൾ അത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ എച്ച് നോട്ടിൽ പറയുന്നത്, നൾ ഹൈപ്പോത്തസിസിൽ പറയുന്നത് ദ ആട്രിബ്യൂട്ട്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. ആട്രിബ്യൂട്ടുകൾ ഇൻഡിപെൻഡൻ്റ് ആണ് എന്നാണ് എച്ച് നോട്ടിൽ പറയുന്നത്. എഗെയിൻസ്റ്റ് എച്ച് വണ്ണിൽ നമ്മൾ പറയുന്നു ദ ടു ആട്രിബ്യൂട്ട്സ് ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. ദേ ആർ നോട്ട് ഇൻഡിപെൻഡൻ്റ് എന്നാണ് നമ്മൾ എച്ച് വണ്ണിൽ പറയാൻ പോകുന്നത്. ആൻഡ് നമ്മളുടെ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ആൽഫേനെ ഫിക്സ് ചെയ്യുന്നു. ദെൻ അവർ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇസ് അഗെയിൻ കൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഒ ഐ മൈനസ് ഇ ഐ the whole square divided by EI. This will follow a chi-square distribution with r minus 1 into c minus 1 degrees of freedom. അതായത് ഇവിടെ നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ടാവുക. രണ്ട് ആട്രിബ്യൂട്ട്സ് ആണല്ലോ നമ്മളിപ്പം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് ആട്രിബ്യൂട്ട്സിൻ്റെ ബേസിസിൽ ഡാറ്റേനെ നമ്മളൊരു ടേബിൾ രൂപത്തിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളെ കയ്യിലുള്ള രണ്ട് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്ന് ഇപ്പം ലിറ്ററസി എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണെങ്കിൽ മറ്റേതിപ്പം മാരിറ്റൽ സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ള രണ്ട് ആട്രിബ്യൂട്ട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇപ്പോൾ ലിറ്ററസി എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനെ നമ്മൾ എഗെയിൻ സബ് ഡിവൈഡ് ചെയ്യാം, ലിറ്ററേറ്റ്സ് എന്നും ഇലിറ്ററേറ്റ്സ് എന്നും, അല്ലേ? അപ്പം ഇലിറ്ററേറ്റ്സ് എന്ന് നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നു. അതുമാതിരി മാരിറ്റൽ സ്റ്റാറ്റസ് എന്നുള്ളതിൽ നമ്മളിപ്പം മാരീഡ്, അൺമാരീഡ് എന്ന് രണ്ട് പിന്നെ കാര്യങ്ങളായിട്ട് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതുന്നു. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നമ്മളൊരു ടേബിളിൻ്റെ രൂപത്തിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഓരോ സെല്ലിൻ്റെ ഉള്ളിലും ഇപ്പം നമുക്ക് ഓരോ വാല്യൂസ്, ഇപ്പോൾ ഇവിടെ 30 എന്ന് തന്നാൽ മാരീഡും ലിറ്ററേറ്റുമായിട്ടുള്ള ആളുകളുടെ എണ്ണമായിരിക്കാം. ഇപ്പോൾ മാരീഡും ഇലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം ഇപ്പോൾ 10 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓരോ സെല്ലിൻ്റെ ഉള്ളിലുള്ള ഓരോ വാല്യൂസ്. അപ്പോൾ ടോട്ടൽ മാരീഡ് ആയിട്ടുള്ള 40 പേരാണ് നമ്മളെ ഡാറ്റയിലുള്ളത്. അപ്പോൾ അൺമാരീഡായിട്ട് ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു 40 ആളുകളുണ്ട് എന്ന് വിചാരിക്കുക. അൺമാരീഡ് ആൻഡ് ഇലിറ്ററേറ്റ് ആയിട്ടുള്ള 5 ആളുകളുണ്ടാണ്. അപ്പോൾ ടോട്ടൽ 45 ആണ് അൺമാരീഡ് ആളുകൾ. അപ്പോൾ ലിറ്ററേറ്റ്സ് ടോട്ടലായിട്ട് 70, ഇലിറ്ററേറ്റ്സ് ടോട്ടലായിട്ട് 50, അല്ലേ? അപ്പോൾ ടോട്ടൽ 95 ആണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ, അല്ലേ? അപ്പം ഇങ്ങനെയായിരിക്കും നമുക്ക് ടേബിൾ തന്നിട്ടുണ്ടാവുക. നമ്മൾ ടേബിൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു. ഇതൊക്കെയാണ്, ഈ തന്നിരിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഒബ്സേർവ്ഡ് ഫ്രീക്വൻസി OI ആയിട്ട് എടുക്കുന്നത്. അതിനുശേഷം EI എന്ന് പറഞ്ഞാൽ ഈ ടേബിളിൽ നിന്ന് നമ്മൾ EI കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഈ സെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള EI എന്ന് പറഞ്ഞാൽ അതിൻ്റെ റോ സം ഇൻറ്റു കോളം സം ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് സം, ടോട്ടൽ സം, അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള EI കാണാൻ വേണ്ടിയിട്ട് ഞാൻ 30യുടെ റോ സം ആയിട്ടുള്ള 40 ഇൻറ്റു അതിൻ്റെ കോളം സം 70 ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് സം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂവിനെ റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ EI എടുക്കുന്നത്. അതുമാതിരി അടുത്ത 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള EIകൾ കാണണമെങ്കിൽ അതിൻ്റെ റോ സം 40 ഇൻറ്റു 15 കോളം സം ഡിവൈഡഡ് ബൈ 95. അങ്ങനെ EIകൾ കണ്ട് ഈ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ കൈ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ R എന്ന് പറയുന്നത് റോസിൻ്റെ എണ്ണവും C എന്ന് പറയുന്നത് കോളത്തിൻ്റെ എണ്ണങ്ങളും ആണ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആൻഡ് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻ ഇസ് കൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ കൈ സ്ക്വയർ ആൽഫ. കൈ സ്ക്വയർ ആൽഫ നമ്മൾ കാണുന്നത് അതിൻ്റെ ആൽഫ എന്ന് പറയുന്ന ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിലും R-1 ഇൻറ്റു C-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും വെച്ച് നമ്മൾ ടേബിളിൽ നോക്കി കണ്ടുപിടിക്കുന്നതാണ് ആൽഫയുടെ വാല്യൂ. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് അനാലിസിസ് ഓഫ് വേരിയൻസ് ഓർ അനോവ. അപ്പോൾ അനാലിസിസ് ഓഫ് വേരിയൻസ് ഓർ അനോവ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ടിലധികം പോപ്പുലേഷൻ മീനുകൾ തുല്യമാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അനാലിസിസ് ഓഫ് വേരിയൻസ് ഓർ അനോവ ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ ടെസ്റ്റിംഗ് ദ ഇക്വാലിറ്റി ഓഫ് 2 or more പോപ്പുലേഷൻ മീൻസ്. അപ്പോൾ രണ്ട് പോപ്പുലേഷനുകളുടെ മീനുകൾ തുല്യമാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ സെറ്റ് ടെസ്റ്റ് ഉപയോഗിച്ചു. പിന്നെ സാമ്പിൾ സൈസുകൾ സ്മോളും സിഗ്മ അൺനോണൊക്കെ ആവുന്ന സമയത്ത് T ടെസ്റ്റ് ഉപയോഗിച്ചു, അല്ലേ? അപ്പം പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് രണ്ടിലധികം പോപ്പുലേഷൻ മീനുകൾ തുല്യമാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അനോവ. അപ്പോൾ അനോവ രണ്ട് തരത്തിൽ അനോവയെ നമുക്ക് ഭാഗിക്കാം. അതായത് ഒന്ന് 1 വേ അനോവയും 2 വേ അനോവ. 1 വേ അനോവ ആൻഡ്
2-വേ അനോവയാണുള്ളത്. 1-വേ അനോവയിൽ ഡാറ്റേനെ ഒരൊറ്റ ഫാക്ടറിൻ്റെ ബേസിസിലായിരിക്കും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെങ്കിൽ 2-വേ അനോവയിൽ നമ്മൾ ഡാറ്റേനെ 2 ഫാക്ടേഴ്സിൻ്റെ ബേസിസിലായിരിക്കും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അനോവ ചെയ്യുന്നത്. അനോവയിൽ നമ്മൾ വേരിയൻസുകൾ, അതായത് വേരിയേഷൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾസും വേരിയേഷൻസ് വിത്തിൻ ദ സാമ്പിൾസും വെച്ചിട്ടാണ് നമ്മൾ ഈ അനാലിസിസ് ഓഫ് വേരിയൻസ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് 1-വേ അനോവയാണ്. അപ്പോൾ ഇവിടെ ഡാറ്റേനെ ഒരൊറ്റ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരൊറ്റ ഫാക്ടറിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ആ ഡാറ്റ തന്നിരിക്കുന്നത് ഇപ്പോൾ 3 ഫർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്ത ഫീൽഡുകളിൽ നിന്നുള്ള ഈൽഡുകളാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 3 ഫർട്ടിലൈസേഴ്സ് ഉണ്ട്. ഇപ്പോൾ A, B ആൻഡ് C എന്ന് കൊടുക്കും അല്ലേ. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് ഓരോ ഫീൽഡുകളിൽ നിന്നുള്ള ഈൽഡുകളാണ് നമുക്ക് കിട്ടുന്ന ഡാറ്റ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒന്ന് ഒരു 5 ടൺസ് കിട്ടിയിട്ടുണ്ടാവാം. ഇവിടെ 4, ഇവിടെ 3 ആൻഡ് ഇവിടെ ഇപ്പോൾ 2, 3, ഇവിടെ 1, 4, 5, 2 ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഇപ്പോൾ എഴുതിയതിൽ എ എന്ന് പറയുന്ന ഫർട്ടിലൈസർ അപ്ലൈ ചെയ്ത 3 ഫീൽഡുകളിലാണ്, ബി അപ്ലൈ ചെയ്തിരിക്കുന്നത് 2 എണ്ണത്തിലാണ്, സി അപ്ലൈ ചെയ്തിരിക്കുന്നത് 4 എണ്ണത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡാറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് മീൻ ഈൽഡുകൾ 3 ഫർട്ടിലൈസേഴ്സ് കൊണ്ടുള്ള ആവറേജ് ഈൽഡുകൾ സെയിം ആണോ എന്നാണ്. അപ്പോൾ ഇവിടെ 3 സെറ്റ് ഡാറ്റയാണുള്ളത്. അപ്പോൾ ഇവരുടെ ആവറേജുകൾ തുല്യമാണോ എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ H0 വിൽ ബി μ1 is equal to μ2 is equal to μ3 എന്ന് പറയാം. അല്ലെങ്കിൽ മീൻ ഈൽഡ്സ് ആർ ദ സെയിം. മീൻ ഈൽഡുകൾ സെയിം ആണ് എന്നുള്ളതാണ് നമ്മൾ H0 നമ്മൾ എഴുതുന്നത്. എഗെയിൻസ്റ്റ് H1 ദ മീൻ ഈൽഡ്സ് ആർ നോട്ട് സെയിം. ഇതാണ് നമ്മൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന H0ഉം H1ഉം. ദെൻ നമ്മൾ ആൽഫ ഫിക്സ് ചെയ്യുന്നു. ദെൻ നമുക്ക് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കാണ് നമ്മളിവിടെ ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി ഒരു ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് നടത്തുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കാൽക്കുലേഷൻ ഇവിടെ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ആണ് നമുക്ക് ലാസ്റ്റായിട്ട് അതിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 3 സെറ്റായിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻസ് നടത്താൻ പോകുന്നത്. ആദ്യത്തെ സെറ്റിൽ നമ്മൾ ഗ്രാൻഡ് സമ്മാണ് കണ്ടുപിടിക്കുന്നത്. ഗ്രാൻഡ് ടോട്ടൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെ നമ്മൾ നോക്കുക, നമുക്കിവിടെ K ട്രീറ്റ്മെൻറ്റ്സ് ആണുള്ളത്. ഇവിടെ K എന്ന് പറഞ്ഞാൽ 3 ട്രീറ്റ്മെൻറ്റ്സ്. ഇവിടുത്തെ 3 ഫർട്ടിലൈസേഴ്സ് ആണ് ഇവിടുത്തെ 3 ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോൾ 3 എണ്ണം ഉണ്ട്. ആൻഡ് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 4, 3, 2. അപ്പോൾ 9 ഒബ്സർവേഷനാണ് ഇവിടെ ടോട്ടലായിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഗ്രാൻഡ് ടോട്ടലാണ് കാണേണ്ടത്. അതായത് എല്ലാ നമ്പേഴ്സിനും ഇവിടെയുള്ള എല്ലാ XIJs എന്ന് വരെ പറയും, ഈ വാല്യൂസിൻ്റെ എല്ലാം സമ്മ് നമ്മൾ കാണുന്നു. അതാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് എന്താണ്? ഗ്രാൻഡ് ടോട്ടലാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനുശേഷം ഒരു കറക്ഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. എന്താ വേണ്ടത്? കറക്ഷൻ ഫാക്ടർ CF ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. CF ഇസ് ഈക്വൽ ടു ഗ്രാൻഡ് ടോട്ടൽ കണ്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ N. N ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ ഈ കറക്ഷൻ ഫാക്ടർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു. ഇതാണ് എൻ്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് കാൽക്കുലേഷൻ. അതിനുശേഷം ഞാൻ ചെയ്യുന്ന നെക്സ്റ്റ് കാൽക്കുലേഷൻ സം ഓഫ് സ്ക്വയേഴ്സ് കാണാനുള്ള കാൽക്കുലേഷനാണ്. അപ്പോൾ ആദ്യം ഞാൻ കാണാൻ പോകുന്നത് ടോട്ടൽ സം ഓഫ് സ്ക്വയർ. ഇങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന നൊട്ടേഷൻ. TSS ഞാൻ ഉപയോഗിക്കുന്നത് ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സിനാണ്. അപ്പോൾ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് ഞാൻ കാണുന്നു. ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ് കാണുക എന്ന് പറഞ്ഞാൽ എല്ലാ ഒബ്സർവേഷനെയും സ്ക്വയർ ചെയ്യുക. എല്ലാ XIJകളെയും ഞാൻ സ്ക്വയർ ചെയ്തിട്ട് അവരെ സം. അപ്പോൾ 5 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, അങ്ങനെ എല്ലാവരെയും സ്ക്വയർ ചെയ്യുന്നു. മൈനസ് കറക്ഷൻ ഫാക്ടർ. ദിസ് ഇസ് ദ ടോട്ടൽ സം ഓഫ് സ്ക്വയേഴ്സ്. പിന്നെ അതിനുശേഷം ഞാൻ ചെയ്യുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ്. T കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രീറ്റ്മെൻറ്റ്സ്. അവിടെ 3 ട്രീറ്റ്മെൻറ്റുകളാണുള്ളത്. അപ്പോൾ ഈ 3 ട്രീറ്റ്മെൻറ്റുകളുടെയും സം ഓഫ് സ്ക്വയേഴ്സ് കാണാൻ വേണ്ടിയിട്ട് ആദ്യം ഇവരുടെ ഓരോരുത്തരുടെയും സമ്മ് ഞാൻ കാണും. അപ്പോൾ A എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റിൻ്റെ സം TI ഞാൻ കാണുന്നു. 5 + 4 + 3 12. അതുമാതിരി Bയുടെ സമ്മ് കാണുന്നു, ദാറ്റ് ഈസ് 5. അടുത്തത് Cയുടെ സമ്മ് കാണുന്നു 12.
അപ്പോൾ ഇങ്ങനെ ഞാൻ കണ്ടുവയ്ക്കുന്നു. അപ്പോൾ ടി ഐകൾ ആണ് ഞാൻ കണ്ടുവയ്ക്കുന്നത്. ടി ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ട്രീറ്റ്മെൻറ്റിൻ്റെയും സം. T1 എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ ഫർട്ടിലൈസേഴ്സിൻ്റെ സമ്മ്, T2 എന്ന് പറഞ്ഞാൽ ബിയുടെ സമ്മ്, ആൻഡ് T3 എന്ന് പറഞ്ഞാൽ സിയുടെ സമ്മ് കണ്ടുവയ്ക്കുന്നു. എന്നിട്ട് SST എന്ന് പറഞ്ഞാൽ സമ്മേഷൻ TI² ഡിവൈഡഡ് ബൈ NI. NI എന്ന് പറഞ്ഞാൽ TI കാൽക്കുലേറ്റ് ചെയ്ത് 3 പേരെ വെച്ചിട്ടാണ് T1, പ്ലസ് T2 കാൽക്കുലേറ്റ് ചെയ്ത് 2 പേരെ വെച്ചിട്ടാണ്. അപ്പോൾ ഓരോ സമ്മിൻ്റെ സ്ക്വയറിനെയും 12² ഡിവൈഡഡ് ബൈ 3, അതാണ് ഇവിടെ NI എന്ന് എഴുതുന്നത്. NI അതുമാതിരി പ്ലസ് 5² ഡിവൈഡഡ് ബൈ 2 പ്ലസ് 12² ഡിവൈഡഡ് ബൈ 4. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്, മൈനസ് കറക്ഷൻ ഫാക്ടർ. അപ്പോൾ SST അല്ലേ. അപ്പോൾ 2 സം ഓഫ് സ്ക്വയേഴ്സായി. ഇനി വേണ്ടത് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു TSS മൈനസ് SST. അപ്പോൾ ഇങ്ങനെ 3 സം ഓഫ് സ്ക്വയർ ആണ് നമുക്കിവിടെ വേണ്ടത്. ടോട്ടൽ സം ഓഫ് സ്ക്വയർ എല്ലാത്തിനെയും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് മൈനസ് കറക്ഷൻ ഫാക്ടർ, SST ഓരോ ട്രീറ്റ്മെൻറ്റിൻ്റെയും സമ്മ് കണ്ട് സ്ക്വയർ ചെയ്ത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തത് മൈനസ് കറക്ഷൻ ഫാക്ടർ, SSC ഇസ് ഈക്വൽ ടു TSS മൈനസ് SST. ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് കാണലാണ്. മീൻ സം ഓഫ് സ്ക്വയേഴ്സ് കാണുന്നത് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്. മീൻ സം ഓഫ് സ്ക്വയേഴ്സ് കാണാനുള്ള വഴി സം ഓഫ് സ്ക്വയേഴ്സിനെ ഡിഗ്രി ഓഫ് ഫ്രീഡം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പം മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ് കാണാൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റിനെ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം, അപ്പോൾ K ട്രീറ്റ്മെൻറ്റ്സ് ആണുള്ളതെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം K-1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ കാണേണ്ടത് മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ്. അത് കാണാൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ഇറേഴ്സ് ഡിവൈഡഡ് ബൈ ഇററിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് N-K ആണ്. അപ്പം ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം K-1, ഇററിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് N-K. അപ്പോൾ 2 മീൻ സം ഓഫ് സ്ക്വയേഴ്സ് കിട്ടിക്കഴിഞ്ഞു. ദെൻ അവർ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഇസ് F ഇസ് ഈക്വൽ ടു MST ഡിവൈഡഡ് ബൈ MSE. ഈ 2 മീൻ സം ഓഫ് സ്ക്വയേഴ്സിൻ്റെ റേഷ്യോ ആണ്. ദിസ് വിൽ ഫോളോ ആൻ F ഡിസ്ട്രിബ്യൂഷൻ വിത്ത് K-1, N-K ഡിഗ്രി ഓഫ് ഫ്രീഡം. ആൻഡ് ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജൻ ഇസ് F ഗ്രേറ്റർ ദാൻ F ആൽഫ. F ആൽഫ കിട്ടുന്നത് ആൽഫ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഉള്ള ടേബിളിൽ പോയി നോക്കി K-1, N-K ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ് ടേബിൾ വാല്യൂ. ഇഫ് F ഈസ് ഗ്രേറ്റർ ദാൻ F ആൽഫ വി വിൽ റിജക്റ്റ് H0. അപ്പം അനോവ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു അനോവ ടേബിൾ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ആദ്യം 1 വേ അനോവയാണ് നടത്തിയത്. അപ്പോൾ അതിൻ്റെ ടേബിൾ വരയ്ക്കാം. അനോവ ടേബിൾ ആദ്യം എഴുതുന്നത് സോഴ്സസ് ഓഫ് വേരിയേഷൻ, ദെൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, സം ഓഫ് സ്ക്വയേഴ്സ്, മീൻ സം ഓഫ് സ്ക്വയേഴ്സ്, F ആൻഡ് F ആൽഫ. അപ്പോൾ ഇവിടെ സോഴ്സസ് ഓഫ് വേരിയേഷൻ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ട്രീറ്റ്മെൻറ്റിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് K-1, സം ഓഫ് സ്ക്വയേഴ്സ് ഇസ് SST, മീൻ സം ഓഫ് സ്ക്വയർ ഇസ് MST. MST നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? MST ഇസ് ഈക്വൽ ടു SST ഡിവൈഡഡ് ബൈ K-1. പിന്നെ ഇററിൻ്റെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം N-K, സം ഓഫ് സ്ക്വയേഴ്സ് ഇസ് SSE, മീൻ സം ഓഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു SSE ഡിവൈഡഡ് ബൈ N-K. അത് കിട്ടിയ ശേഷമാണ് നമ്മൾ F കാൽക്കുലേറ്റ് ചെയ്ത് F ഇസ് MST ഡിവൈഡഡ് ബൈ MSE ആൻഡ് F ആൽഫ കണ്ടത് K-1, N-K ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചിട്ടാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് 2 വേ അനോവയാണ്. അപ്പോൾ 2 വേ അനോവയിൽ നമ്മൾ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 2 ഫാക്ടേഴ്സിൻ്റെ ബേസിസിലായിരിക്കും. അപ്പോൾ 2 ഫാക്ടേഴ്സിൻ്റെ ബേസിസിലാണ്. അപ്പോൾ നമുക്ക് റോ ആയിട്ടും കോളമായിട്ടും നമുക്ക് ഡാറ്റേനെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഡാറ്റേനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 2 നൾ ഹൈപ്പോത്തസിസ് എഴുതണം. അപ്പോൾ ആദ്യത്തെ സെറ്റ് H0 എന്ന് പറഞ്ഞാൽ പിന്നെ മീൻസ് ഡ്യൂ ടു റോസ് ആർ ദി സെയിം, ഡ്യൂ ടു റോസിൻ്റെ മീൻ ആർ സെയിം എന്നും എഗെയിൻസ്റ്റ് H1 നോട്ട് ദ സെയിം, മീൻസ് ആർ നോട്ട് ദി സെയിം എന്ന് എഴുതണം. അതുമാതിരി അടുത്ത H0 മീൻസ് ഡ്യൂ ടു കോളംസ് ആർ സെയിം എന്നും H1 ദേ ആർ നോട്ട് ദ സെയിം എന്നും, അങ്ങനെ 2 സെറ്റ് ഓഫ്
നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നമ്മൾ എഴുതുന്നു. നമ്മൾ അതുമാതിരി ആൽഫ നമ്മളിവിടെ ഫിക്സ് ചെയ്യുന്നു. ആൽഫ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ ടേബിൾ രൂപത്തിലായിരിക്കും ഇവിടെ ഉണ്ടാവും. ആ ടേബിൾ രൂപത്തിൽ റോസും കോളത്തിൻ്റെയും രൂപത്തിൽ ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഇപ്പം ABC എന്ന് പറഞ്ഞ 3 സെയിൽസ്മാൻ ആയിരിക്കാം. ഇവിടെ നമുക്കുള്ള ഡേയ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഓരോ മന്തിലെ സെയിൽസ് ആയിരിക്കാം. അപ്പോൾ ഇവിടെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഡാറ്റേനെ നമ്മളെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇങ്ങനെയായിരിക്കും നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ടേബിൾ രൂപത്തിലായിരിക്കും നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഡാറ്റയിൽ നമുക്ക് ഓരോ വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഓരോന്നിൻ്റെ സെയിൽസ് 6, 2, 3 ഇങ്ങനെ നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ടാവും. അതായത് റോസും കോളംസും ആയിട്ട് ഡാറ്റേനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മളുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കാണ്. അപ്പോൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്ക് വിത്ത് റെസ്പെക്റ്റ് ടു റോസിനും വേണം, അതുമാതിരി സെപ്പറേറ്റ് ആയിട്ട് കോളത്തിനും വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ഗ്രാൻഡ് ടോട്ടൽ G, എല്ലാ ഒബ്സർവേഷനെയും നമ്മൾ ആഡ് ചെയ്യുന്നു, ഗ്രാൻഡ് ടോട്ടൽ G കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇവിടെ 6 റോസാണ്. അപ്പോൾ റോസിൻ്റെ എണ്ണം 6 എന്നും കോളത്തിൻ്റെ എണ്ണം C ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ N എന്ന് പറയുന്നത് 6 × C ആയിരിക്കും അല്ലേ. അപ്പോൾ ഇനി ഗ്രാൻഡ് ടോട്ടൽ കണ്ടുപിടിച്ചു. അതിനുശേഷം കറക്ഷൻ ഫാക്ടർ കാണുന്നു, G² ഡിവൈഡഡ് ബൈ N. ഇപ്പോൾ G² എന്ന് പറഞ്ഞാൽ എല്ലാ ഒബ്സർവേഷനും ആഡ് ചെയ്തിട്ട് അതിനെ സ്ക്വയർ ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇവിടെ 9 ഒബ്സർവേഷൻസ് ആണ് ടോട്ടൽ ഉള്ളത്. അങ്ങനെ അത് കണ്ടുപിടിക്കുന്നു. പിന്നെ നമ്മൾ സം ഓഫ് സ്ക്വയർ കാണുന്നു. സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ടോട്ടൽ സം ഓഫ് സ്ക്വയർ കാണുന്നു, എല്ലാ ഒബ്സർവേഷനുകളെയും സ്ക്വയർ ചെയ്യുന്നു, മൈനസ് കറക്ഷൻ ഫാക്ടർ. പിന്നെ ഇവിടെ വെറും സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു ട്രീറ്റ്മെൻറ്റ്സ് എന്നതിന് പകരം സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു റോസ് കാണണം. അപ്പോൾ റോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ റോവിൻ്റെയും സമ്മ് നമുക്ക് RI എന്ന് കൊടുക്കാം. ഓരോ റോവിൻ്റെയും സമ്മ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, ഓരോ കോളത്തിൻ്റെ സമ്മും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സമ്മേഷൻ RI² ഡിവൈഡഡ് ബൈ ഒരു റോയിൽ എത്ര വാല്യൂസ് ഉണ്ട്, 3 വാല്യൂസ്, അതായത് എത്ര കോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് വാല്യൂസാണ്. അപ്പോൾ സമ്മേഷൻ RI² ബൈ C മൈനസ് കറക്ഷൻ ഫാക്ടർ. അതുമാതിരി സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു കോളംസ് കാണണം, അതായത് സമ്മേഷൻ CI² ഡിവൈഡഡ് ബൈ ഓരോ കോളത്തിലും എത്ര റോസ് ഉണ്ട് അത്ര വാല്യൂസാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ R മൈനസ് കറക്ഷൻ ഫാക്ടർ. ദെൻ വിൽ കാൽക്കുലേറ്റ് SSE, sum of squares due to errors, that is total sum of square minus SSR minus SSC. ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു റോസ്, ദറ്റ് ഈസ് സം ഓഫ് സ്ക്വയേഴ്സ് ഡ്യൂ ടു റോസ് ബൈ ഇറ്റ്സ് ഡിഗ്രി ഓഫ് ഫ്രീഡം വിച്ച് ഇസ് R minus 1. ദെൻ MSC കാൽക്കുലേറ്റ് ചെയ്യുന്നു, ദറ്റ് ഈസ് SSC divided by its degrees of freedom C minus 1. Then we have MSE, mean sum of squares due to errors, that is SSE divided by ഇവിടെ degree of freedom എന്ന് പറയുന്നത് R minus 1 into C minus 1 ആണ്. Then we'll calculate FR. 2 ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഉണ്ട്. അപ്പോൾ ഡ്യൂ ടു റോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് MSR divided by MSE, and FC calculate ചെയ്യുന്നു, that is MSC divided by MSE. അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ. എന്ത് ചെയ്യണു, ഒരു ടേം അധികമായിട്ട് വരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടിനും സെപ്പറേറ്റ് ക്രിട്ടിക്കൽ റീജൻ. ഇവിടെ FR ഗ്രേറ്റർ ദാൻ FR ആൽഫ എന്നും ഇവിടെ FC ഗ്രേറ്റർ ദാൻ FC ആൽഫ എന്നുമാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് R minus 1 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലും ഇററിൻ്റെ R minus 1 into C minus 1 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലും. ഇവിടെ നോക്കാൻ പോകുന്നത് C minus 1, R minus 1 into C minus 1 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ ടേബിളിൽ നോക്കി ടേബിൾ വാല്യൂസ് കണ്ടുപിടിക്കുന്നു, കമ്പയർ ചെയ്യുന്നു. ക്രിട്ടിക്കൽ റീജനിൽ വരികയാണെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പം അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു 2-way ANOVA വരയ്ക്കുന്നു.
സോഴ്സസ് ഓഫ് വേരിയേഷൻ, റോസ്, കോളംസ്, ഇറേഴ്സ്, ടോട്ടൽ. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം r-1, c-1, r-1 into c-1. സം ഓഫ് സ്ക്വയേഴ്സ് SSR, SSC and SSE. മീൻ സം ഓഫ് സ്ക്വയേഴ്സ് MSR, MSC and MSC. പിന്നെ FRും FCയും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് 2-way ANOVA പെർഫോം ചെയ്യുന്നത്.